ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൂട്ടീനാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോനും കൂടിയിട്ട് ഇങ്ങനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ വന്നിരിക്കും കുറച്ച് നേരം. ഈ ഒരു സമയത്തെ വ്യൂ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാനും മോനും ഇവിടെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്താലാണ് റൂമിലേക്ക് തിരിച്ചു പോവാറ്. ഇവിടെ ഇപ്പോൾ 5:55 ആകുമ്പോഴാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കൽ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇങ്ങനെ എല്ലാ ദിവസമൊന്നും ഞങ്ങളിവിടെ വരാറില്ല. ചില ദിവസങ്ങളിലൊക്കെ ഒരു മടിയൊക്കെ തോന്നും. അതല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എൻ്റെ മോന് ഉറക്കമാവും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അതുവരെ വീഡിയോ എടുക്കണമെന്ന് യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെയുള്ള സമയമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഫ്രൂട്ട് സാലഡ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. എനിക്കിങ്ങനെ മധുരമുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നല്ല ഇഷ്ടമായി. പിന്നെ ഞാനിപ്പോൾ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികം ദിവസമൊന്നും ആയിട്ടില്ല, 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഖുർആൻ ജേർണലിങ് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ രാത്രി കൂടുതലായതുകൊണ്ട് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കുറേ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഖുർആൻ ജേർണലിങ് ചെയ്യാൻ ഇരിക്കാറ്. ഞാനിപ്പോൾ 2 സൂറത്തുകളാണ് ജേർണലിങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് റമളാനിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ ഒരു സൂറത്ത് തന്നെ നല്ല ഡീപ്പായിട്ട് ജേർണലിങ് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജേർണലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൂറത്തിൽ എത്ര ആയത്തുകളുണ്ടോ ആ ആയത്തുകളുടെ ഒക്കെ അർത്ഥങ്ങളും അതുപോലെ അതിൻ്റെ തഫ്സീർ, ആ സൂറത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, അതേപോലെ ആ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സമ്മറി, അതിൻ്റെ റിഫ്ലക്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ടൈം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റമളാനിൻ്റെ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഖുർആനിൽ മൊത്തം 114 സൂറത്തുകളാണുള്ളത്. അതിൽ ആകെ 2 എണ്ണം മാത്രമേ എൻ്റേതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും 112 സൂറത്തുകൾ ജേർണലിങ് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ചെയ്യണം. അതിനി എത്ര ദിവസങ്ങൾ പിടിക്കുമെന്നോ എത്ര മാസങ്ങൾ പിടിക്കുമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മളിതാ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ബർക്കയിലുള്ള മർജാൻ ഡിസ്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു ഷോപ്പിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ഒരു ഷോപ്പിൽ 3 റിയാലിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസാണ് ഉള്ളത് മുഴുവൻ. ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ഒരു ഷോപ്പിൽ ഫുള്ള്. ഞാനിതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ബോറടിക്കേ ഇല്ല. അത്രക്കും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ സെക്ഷനിലേക്കാണ് പോയത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോന്നി ഇപ്പോൾ വേണ്ട, പിന്നെ വാങ്ങാമെന്ന്. എനിക്കിതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ അത് വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നും എന്തിനാ വെറുതെ ഇതിനൊക്കെ ക്യാഷ് ചിലവാക്കുന്നത്, ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്ന ക്യാഷ് കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ഓരോ മൈൻഡാണ് കേട്ടോ എനിക്ക്. ഇപ്പോഴെന്നല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊന്നും വാങ്ങുന്നില്ലെങ്കിലും എല്ലാം എടുത്തു നോക്കാനും അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ എൻ്റെ മോനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമാണ് ലോറി. എത്ര ലോറി വാങ്ങിയാലും അവനക്കത് മതിയാവില്ല. വേറെ ഒരു ടോയ്സും അവനക്ക് ഇഷ്ടമല്ല. അവനക്ക് വെറും ലോറി മാത്രമേ വേണ്ടുള്ളൂ. എൻ്റെ ഉപ്പ ഒരു ലോറി ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഇവനക്ക് ചെറുപ്പം തൊട്ടേ ലോറിയോടാണ് ക്രേസ്. ഇനി ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മൾ കിച്ചണിലേക്കുള്ള ഐറ്റംസാണ്.
ഒരുപാട് നല്ല നല്ല ബൗളും അതേപോലെ വേറെയും കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. സത്യം പറയാലോ, ഞാനിവിടേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഇത്രക്കും ഐറ്റംസ് ഉണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഷോപ്പ് MS Max ആണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ആ ഒരു ഷോപ്പിലേക്ക് പോകാനൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമുക്ക് ആ ഒരു ഷോപ്പിലേക്ക് പോകാമെന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു മർജാൻ ഡിസ്കൗണ്ട് സെൻറ്റർ ഉണ്ടെന്ന് ഹസ്ബൻഡ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു കോട്സാണ് ഓർമ്മ വന്നത്. നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒന്നിൻ്റെയും പുറം ഭാഗം മാത്രം കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് വിലയിരുത്താൻ പാടില്ല എന്ന്. ഇവിടെ ഇപ്പോൾ ഞാൻ പുറം കണ്ടിട്ടുണ്ടായിരുന്നില്ല, അകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെറും പേര് മാത്രം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. അത് ഈ ഒരു ഷോപ്പിനോടുള്ള ഇഷ്ടക്കേടുകൊണ്ടൊന്നുമല്ല, മറിച്ച് ആ ഒരു MS Maxനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. എനിക്കങ്ങനെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, നെസ്റ്റോ, ലുലു അങ്ങനെയുള്ള, അതിലൊക്കെ പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെയുള്ള ഡിസ്കൗണ്ട് സെൻറ്ററിലേക്ക് വരുന്നതാണ്. ഇവിടെയൊക്കെ ആവുമ്പോൾ അധികം റേറ്റും ഉണ്ടാവില്ല, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും. ഈ കാണുന്ന ബൗൾസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബൗളാണ് കേട്ടോ എല്ലാം. ഞാനൊരു 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ള പാത്രങ്ങൾക്കൊക്കെ നമ്മളെ നാട്ടിലത്തെ 50 രൂപ 60 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാത്തിനും. പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനും ഉണ്ട്. മെൻസിന് പറ്റിയ നല്ല ഷർട്ടും അതുപോലെ ടീഷർട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ തന്നെ ലേഡീസിനും കിഡ്സിനും ഒക്കെ പറ്റിയ എല്ലാ തരം ഡ്രസ്സും ഉണ്ട് ഇവിടെ. നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു ഷോപ്പിലേക്കും പോവേണ്ടി വരില്ല. അത്രക്കും സാധനങ്ങളുണ്ട് ഇവിടെ. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രൊമോഷൻ വീഡിയോ ആണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാനിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവാണ്. ഇനി നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് വേറൊന്നുമല്ല. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കമൻറ്റ്. അതിൽ പറയുന്നത്, ചില ദിവസങ്ങളിൽ നിസ്കരിക്കാനൊന്നും തോന്നാറില്ല. നിസ്കരിക്കുന്ന ദിവസങ്ങളിൽ 5 വക്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കാനും പറ്റാറില്ല. 5 നേരം നിസ്കരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനൊരു കമൻറ്റാണ് വന്നിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ എന്നോട് പേഴ്സണലായിട്ടും 2-3 നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് നിസ്കാരം, എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ മദ്രസയിലൊക്കെ. അപ്പോൾ ആ ഒരു ഇസ്ലാം കാര്യത്തിൽ നമ്മളെ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ 2ാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി ചെയ്യേണ്ട ഒരേ ഒരു ഇബാദത്ത് അത് നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കാനോ നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ ഏതെങ്കിലുമൊക്കെ നിസ്കാരം നിസ്കരിക്കാനും ഏതെങ്കിലുമൊക്കെ കളയാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇസ്ലാമിൻ്റെ റൂളാണ് നിസ്കാരം. ആ നിസ്കാരം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വ്യക്തി നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പിന്നെ മുസ്ലിമായി തുടരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്? നമ്മളെ പടച്ച അള്ളാഹുവിന് വേണ്ടിയിട്ട് അല്ലേ? അള്ളാഹു നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ നിസ്കരിക്കാൻ മടി തോന്നുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഏതൊരു ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് 3 നേരം ഇഷ്ടപ്പെട്ട ഭക്ഷണം നമുക്ക് കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോട് കൂടിയിട്ട് എണീച്ച് നടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് തിരിച്ച് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇബാദത്ത് അത് നിസ്കാരമാണ്. നമ്മൾ ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തും നിസ്കാരം തന്നെയാണ്. ഈ നിസ്കാരത്തെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 20ാമത്തെ സൂറത്തായ സൂറത്തു ത്വാഹയിൽ 14ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, വ അഖിമിസ് സ്വലാത്ത ലിദിക്രി. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ നിസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കണം എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിൽ 43-ാമത്തെ ആയത്തിലും 4-ാമത്തെ സൂറത്തായ സൂറത്തു നിസായിൽ 103-ാമത്തെ ആയത്തിലും നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ആയത്തും അതിൻ്റെ അർത്ഥം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിസ്കാരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ട് വേറെ എന്ത് ഇബാദത്തുകൾ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുമെന്നൊന്നും നമുക്കറിയില്ല. മാത്രമല്ല നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയില്ല. അതിനെക്കുറിച്ചിട്ട് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. 40-ാമത്തെ സൂറത്തായ സൂറത്തുൽ ആഫിറിൽ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതൊരു ശരിക്കും അള്ളാഹു നമുക്ക് തരുന്നൊരു പ്രോമിസാണ്. അവിടെ തന്നെ അള്ളാഹു നമുക്കൊരു വാണിങ്ങും കൂടി തരുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാതെ അഹങ്കരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർ നിന്ദ്യരായിക്കൊണ്ട് തന്നെ നരകത്തിൽ പ്രവേശിക്കും എന്ന്. ഇത് അള്ളാഹു തന്നെയാണ് നമ്മളോട് ഖുർആനിലൂടെ നേരിട്ട് പറയുന്നത്. അതുകൊണ്ട് ആരും തന്നെ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അള്ളാഹു കുറച്ച് എക്സ്ക്യൂസൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ നിസ്കരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ മനഃപൂർവ്വമല്ലാതെ ഉറക്കത്തിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നമുക്ക് ഖളാ വീട്ടാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ഇളവുകൾ അള്ളാഹു തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ വയ്യെങ്കിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം, ഇരുന്നിട്ടും നിസ്കരിക്കാൻ വയ്യെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കാം. അങ്ങനെയൊക്കെ അള്ളാഹു നമുക്ക് ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മൾ നിസ്കാരത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് കൂടിയിട്ടാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിസ്കരിക്കാൻ മടി തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞതല്ലേന്ന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നിസ്കരിക്കാനും മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അള്ളാ. ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മളങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിന്നറിന് നീർദോശയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നറ്. നീർദോശക്കുള്ള ബാറ്ററൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്കുണ്ടല്ലോ കുക്കിംഗ് നല്ല ഇഷ്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റംസൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അതൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചിക്കൻ റോസ്റ്റ് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മാഷാ അല്ലാ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കാറുള്ള ഫുഡിൽ നല്ല ടേസ്റ്റുള്ള ഫുഡിൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ. ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായതും ടേസ്റ്റ് ഇല്ലാത്തതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. ഈ ഒരു ചിക്കൻ റോസ്റ്റിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴഞ്ഞ് കിട്ടും. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുഴുവനായിട്ടൊന്നുമില്ല, ഒരു 1/4 ഭാഗം. അടുത്തത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സോസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഞാനിതാ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൽക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിനി ഇതിൽക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തത് ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ നീർദോശയും റെഡിയാക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു 10:30 ഒക്കെ ആകുമ്പോഴാണ് വർക്ക് കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ ഹസ്ബൻഡ് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. എന്നോട് പറയും കുറച്ച് നേരത്തെ തന്നെ കഴിച്ചോളാൻ, പക്ഷേ എനിക്ക് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മാത്രമല്ല ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് ഇഷ്ടം, മാഷാ അല്ലാഹ്. പക്ഷേ ഇത്രയും ലേറ്റായിട്ട് കഴിക്കണ്ട എന്നുള്ളതിൽ എന്നോട് നേരത്തെ കഴിച്ചോളാൻ പറയുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ബർക്കത്തുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കിച്ചണും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ വന്നിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ താഴെ നടക്കാൻ പോകാറാണ്. ഇന്നിപ്പോൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ ഞങ്ങൾ മാത്രമല്ല വേറെയും ഫാമിലീസും ഇതുപോലെ മുകളിൽ വന്നിരിക്കാറുണ്ട് ഈ ഒരു ടൈമിൽ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു. ഇനി ഞാൻ ചെറിയൊരു സ്കിൻ കെയറൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വലിയ സ്കിൻ കെയറൊന്നുമല്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ലിപ് ബാമും പിന്നെ ബോഡി ലോഷനും, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ഡാമേജ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്, സോറി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.